ഹനുമാനെ ഇവരെല്ലാവരും കൂടി പിടിച്ചു കെട്ടി. ആ പിടിച്ചു കെട്ടി കൊണ്ടുവന്നിട്ട് എന്താ ചെയ്തത്? രാവണ സഭയിലെത്തിച്ചു. രാക്ഷസരാജനാണല്ലോ ലങ്കേശ്വരൻ. അവിടെ വന്നു, കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയപ്പോൾ നല്ല ഉയർന്ന ഒരു സിംഹാസനത്തിലാണ് ആരിയ്ക്കുന്നത്? രാവണൻ ഇരിക്കുന്നത്. അപ്പോൾ ഹനുമാന് തോന്നാണ്, ഹനുമാൻ ശരിക്കും എന്താ? സാക്ഷാൽ മഹാദേവ ബീജമാണ്, വായുപുത്രനാണ്, അഞ്ജനാപുത്രനാണ്. പറയാണ്, ഇതേപോലെ ഇയാൾ ഇത്ര ഉയർന്നിരിക്കാച്ച എനിക്കിപ്പോൾ എന്താത്ര മോശം? ഞാൻ ശ്രീരാമചന്ദ്രൻ്റെ ദൂതനാണ് എന്ന് കരുതിയിട്ട് നമ്മുടെ കബീഷ് ഇല്ലേ, കബീഷ് വാൽ നിവർത്തില്ലേ, വാൽ നിവർത്തി വലിയൊരു സിംഹാസനം പോലെ രാവണനോടൊപ്പം ഇരുന്നു. ഒപ്പം ഇരുന്നു എന്ന് മാത്രമല്ല, നീ ആരാണ്? കേവലം ഒരു കുരങ്ങനായ നീ എന്തിനാ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കാണിച്ചേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വളരെ രസകരമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഹനുമാൻ, ഞാൻ അയോധ്യാധിപതിയായ ശ്രീരാമചന്ദ്രൻ്റെ ദൂതനാണ്. ശ്രീരാമചന്ദ്രൻ്റെ സീതാദേവിയെ നീ കട്ടുകൊണ്ട് വന്നില്ലേ? അങ്ങോട്ട് കള്ളാന്ന് തന്നെ വിളിക്കുന്നത്. നീ കട്ടുകൊണ്ട് വന്നില്ലേ? ആ സീതാദേവിയെ തിരിച്ചെടുത്ത് ശ്രീരാമചന്ദ്രന് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. ഇങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ എന്താ പറയുന്നതെന്നറിയോ? ഒപ്പത്തിനൊപ്പം ഇരുന്നു എന്ന് മാത്രമല്ല, ഒപ്പത്തിനൊപ്പം അങ്ങനെ തറുതലയും പറഞ്ഞു. ആരാ? ഞാൻ കൈലാസമെടുത്ത് അമ്മാനമാടിയ വ്യക്തിയാണ്, മഹാദേവന്റെ ഭക്തനാണ്. അതുകൊണ്ട് എനിക്കൊപ്പം ഒന്നും ആരും ഇല്ല എന്ന അഹങ്കാരം ആർക്കുണ്ടായിരുന്നു? ഈ രാവണനുണ്ടായിരുന്നു. രാവണനപ്പം തീരുമാനിക്കുകയാണ്, ഇവൻ എന്നോട് തർക്കുത്തരം പറഞ്ഞു ഇല്ലേ, ഇവന് ഇതിനുള്ള മറുപടി ശിക്ഷ ഇപ്പോൾ തന്നെ കൊടുക്കണം.